ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോവാണ്. അവിടെ ഒരു പാർക്ക് ഉണ്ട്, ഒരു ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു പാർക്ക് ഉണ്ട്. സോ അതിലേക്ക് പോവാണ്. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ 4:30 സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര തണുപ്പാ, 4, 5, 6 ഡിഗ്രിയൊക്കെ കാണിക്കുന്നത്. വണ്ടി ഹീറ്റിട്ട് അങ്ങനെ ഇരിക്കുക. ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഭയങ്കര തണുപ്പ്. വീണ്ടും വണ്ടിക്കകത്ത് ഒരു ഹീറ്റിട്ട് ഹീറ്റായിട്ട് ഒരാള് ബാക്കി വിശേഷങ്ങളൊക്കെ വരാം. അങ്ങനെ ഞങ്ങള് ഗൂഡല്ലൂർ എത്തി. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു അല്ലേ? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇനി അവിടുന്ന് 134 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇപ്പൊ സമയം 6:23. അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തി. ഇച്ചിട്ട് നിന്നിട്ടു ചായ കുടിക്കാൻ ലൈറ്റ് നോക്ക്. ലൈറ്റ് എബിക്കൂട്ട നല്ല ഉറക്കുക. ചായ അന്വേഷിച്ച് ചായക്കട കിട്ടി. ചായ കുടിച്ചിട്ട് പോകാൻ വരാം. അവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. അപ്പം വലുതിനെ എണ്ണിപ്പിക്കാതിരിക്കുന്ന നല്ലത്. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് എത്തി. ഇവിടെ ആണെങ്കിൽ പാർക്കിംഗ് ആണെങ്കിൽ കുറച്ച് ദൂരെയാണ്. അപ്പം ഇച്ചായൻ ഞങ്ങളെ ഇവിടെ ഈ എൻട്രൻസിൽ ഇറക്കിയിട്ടാണെങ്കിൽ അവിടെ പോയി പാർക്ക് ചെയ്തു. അവരുടെ തന്നെ ഒരു ഓട്ടോ സർവീസ് ഉണ്ട്. അപ്പോൾ ആ അവർ നമ്മളെ ഈ എൻട്രൻസിലേക്ക് തിരിച്ചു കൊണ്ടുവിടും. അതൊക്കെ ഫ്രീ സർവീസാണ്. ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 500 റുപ്പീസും വലിയവർക്കാണെങ്കിൽ 120 റുപ്പീസാണ് ഉള്ളത്. ഇവിടെ ആണെങ്കിൽ 40+ യുണീക്ക് റൈഡ്സും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ക്രിസ്മസിൻ്റെ തലേദിവസം 24th ട്രാവൽ ചെയ്ത്. അതുകൊണ്ട് ഒരു ക്രിസ്മസ് വൈബായിരുന്നു അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday
ഇവിടെ ആണെങ്കിൽ എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ 10 o'clock ആയപ്പോൾ തന്നെ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് വന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ റൈഡും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11 o'clock-നാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആണെങ്കിൽ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ട്. മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട്, മാജിക് ഷോ ഉണ്ട്, DJ പാർട്ടി എല്ലാം ഉണ്ട്. അതിൻ്റെ ഓരോ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം എൻട്രൻസിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാംസ് എല്ലാം ആണെങ്കിൽ 3 മണിക്ക് ശേഷമാണ് ഈ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കയറി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലായിരുന്നു. നമുക്കാണെങ്കിൽ ഫുഡ് കഴിക്കാനും എന്തെങ്കിലും വെളിയിലൊന്നും പോകണ്ട, എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് ഇതിൻ്റെ ആക്ടിവിറ്റീസും റൈഡ്സിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നമുക്ക് വലിയവർക്കും കയറാമെന്ന് പറയുകയാണ്. കുട്ടികൾക്കാണെങ്കിലും എല്ലാം സേഫായിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാ ആക്ടിവിറ്റിയിലും റൈഡിലും ഓരോ സ്റ്റാഫ് അവിടെ ഉണ്ട്. സോ നമുക്കൊന്നും പേടിക്കൊന്നും വേണ്ട. അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പം നമ്മൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പം നമ്മൾ കഴിയുന്നതും 3 മണിക്ക് ശേഷമാണ് വരുന്നത് നല്ലത്. അതാവുമ്പോൾ നമുക്ക് എല്ലാ റൈഡ്സും ആക്ടിവിറ്റീസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതാവുമ്പോൾ കുട്ടികളും ഭയങ്കര ടയേർഡായിപ്പോയി. വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.